ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നേ ഒരു കൊള്ളിയും ചാളയും മിക്സ് ചെയ്ത് വെക്കുന്നതിൻ്റെ റെസിപ്പി കാണാം. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇത് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ചാള നല്ല നാടൻ ചാള ചെറുത് കിട്ടി. ചെറുതെന്ന് പറഞ്ഞാൽ ചെറുത് നോക്കി വാങ്ങിയൊന്നുമല്ല, ഇതേ കിട്ടാനുള്ളൂ. അപ്പോൾ അത് മേടിച്ചു. അതുപോലെ തന്നെ കപ്പയും മേടിച്ചു. നമ്മൾ പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ ഈ ഏരിയയിൽ മീൻകാരൊക്കെ വരും. ദിവസം 2 നേരമൊക്കെ വരും. 2 നേരം 3 നേരമൊക്കെ വന്നിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇന്ന് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ ചാള മേടിച്ചു. ഉച്ചയ്ക്ക് അതുപോലെ ഒരു കപ്പ, അതായത് കൊള്ളി, അത് വിൽക്കാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മേടിച്ചു. അപ്പോൾ ഇതുണ്ടാക്കാൻ ഡിന്നറിന് ഇത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ചു കേട്ടോ. അപ്പം നമ്മളിത് എങ്ങനെയാണ് മീൻ വെട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ മീൻ നന്നാക്കാന്നാണ് പറയുക കേട്ടോ. ചാള നന്നാക്കി എടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പൂച്ച കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നമുക്ക് കണ്ടാലും മനസ്സിലാവും. നമ്മളിതിനകത്തേക്ക് എടുക്കുന്ന സാധനങ്ങൾ ഈ കപ്പയും കൊള്ളിയും പോരാഞ്ഞിട്ട് പിന്നെ ഒരു സവോള വേണം, പിന്നെ 3 പച്ചമുളക്. അത് ലാസ്റ്റ് നമ്മൾ വിതറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ കൂടെ വിതറാൻ വേണ്ടിയിട്ടാണ്. ഒരു 4 പച്ചമുളകും, പിന്നെ കുടംപുളി വൃത്തിയാക്കിയത്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചത്, അല്ലെങ്കിൽ അരച്ചെടുത്തത്, പിന്നെ കുറച്ച് മസാലപ്പൊടി, അതായത് ഉപ്പ്, മഞ്ഞൾ, മുളക്, മല്ലിപ്പൊടി, പിന്നെ ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി. ഇതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോംബോ എന്ന് പറയുന്നത് കട്ടൻ ചായയാണ്. പിന്നെ ലാസ്റ്റ് നമ്മളൊരു തേങ്ങാ ചമ്മന്തിയും കൂടെ വെച്ചിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു നോക്കാം.
അപ്പോൾ സെപ്പറേറ്റ് ചതച്ചെടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ചേർക്കാം. ഈ ചമ്മന്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. കുറച്ച് സ്പൈസി ചട്പട്ടയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.